ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് കാണ്ട് അതുപോലെ കുഡിൻ്റെ യൂസേജസ് ആണ് കേട്ടോ. കാണ്ട് എന്ന് വെച്ചാൽ കനോട്ട് എന്നാണ്. ക്യാൻ പ്ലസ് നോട്ട് പ്ലസ് നോട്ട് കുഡിൻ്റ് ഓക്കെ, അല്ലെങ്കിൽ കുഡ് നോട്ട് ഓക്കെ. അതിന് ഷോർട്ടായിട്ട് നമ്മൾ കുഡിൻ്റ് എന്ന് പറയും കേട്ടോ. കാണ്ട് എന്ന് വെച്ചാൽ കഴിയില്ല എന്നാണ് അർത്ഥം. കഴിയില്ല, സാധിക്കില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. കഴിയില്ല, സാധിക്കില്ല എന്ന് വെച്ചാൽ എക്സാമ്പിൾസിലൂടെ പറയാൻ നമുക്ക് എനിക്കത് എടുക്കാൻ കഴിയില്ല, എനിക്കവിടെ പോകാൻ കഴിയില്ല, എനിക്കവളെ വിളിക്കാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണ്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. കനോട്ട്, ക്യാൻ പ്ലസ് നോട്ട് കനോട്ട് അല്ലെങ്കിൽ കാണ്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കുഡിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പാസ്റ്റിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയില്ലേ. കനോട്ട് നമ്മൾ കഴിയില്ല എന്നാണെങ്കിൽ കുഡിൻ്റെ കഴിഞ്ഞില്ല എന്നാണ് അർത്ഥം. ഒന്ന് കഴിയില്ല, കാണ്ട് കഴിയില്ല. അതുപോലെ കുഡിൻ്റോ കഴിഞ്ഞില്ല അല്ലേ, എനിക്ക് പാസ്റ്റിൽ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ എനിക്കത് എടുക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് അവളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല, എനിക്കത് കഴിക്കാൻ കഴിഞ്ഞില്ല, ഇങ്ങനെ നമ്മൾ പറയാറില്ലേ. പാസ്റ്റിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം നമ്മൾ പറയാറില്ല. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയില്ല. എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് പാടാൻ കഴിഞ്ഞില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഈ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡിൻ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് സെൻറ്റൻസുകളിലൂടെ പറയാം. ഫസ്റ്റ് സെൻറ്റൻസ്, ഐ കാൺട്ട് ഗോ അല്ലെങ്കിൽ ഐ കനോട്ട് ഗോ. എന്താണ് അർത്ഥം? എനിക്ക് പോകാൻ കഴിയില്ല എന്നാണ് അർത്ഥം. ഐ കാൺട്ട് ഗോ, എനിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ പാസ്റ്റിൽ നമ്മൾ എങ്ങനെ പറയാം? ഐ കുഡിൻറ്റ് ഗോ, എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഒന്ന് പോകാൻ കഴിയില്ല എന്നാണെങ്കിൽ കുഡിൻറ്റ് വെച്ചപ്പോൾ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നാണ് അർത്ഥം വന്നത്. മനസ്സിലായോ? നെക്സ്റ്റ്, ഐ കാൺട്ട് കം ടുഡേ. ഐ കാൺട്ട് കം ടുഡേ, ഇന്നെനിക്ക് വരാൻ കഴിയില്ല. ഐ കാൺട്ട് കം ടുഡേ, ഇന്നെനിക്ക് വരാൻ കഴിയില്ല. നടക്കാൻ പോകുന്ന സംഭവത്തെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. നടക്കാൻ പോകുന്ന സംഭവമാണ് എനിക്ക് കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞത്. ഐ കാൺട്ട് കം ടുഡേ, എനിക്ക് ഇന്ന് വരാൻ കഴിയില്ല. ഇനി എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല ആണെങ്കിൽ എങ്ങനെ നമ്മൾ പറയും? ഐ കുഡിൻറ്റ് കം യെസ്റ്റർഡേ. ഐ കുഡിൻറ്റ് കം യെസ്റ്റർഡേ, എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് കം യെസ്റ്റർഡേ. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കമൻറ്റ് ബോക്സിലൂടെ കേട്ടോ. നെക്സ്റ്റ്, ഐ കാൺട്ട് ഹെൽപ്പ് യു. ഐ കാൺട്ട് ഹെൽപ്പ് യു, എന്താണ് അർത്ഥം വരുന്നത്? എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന് എങ്ങനെ നമ്മൾ പറയാം? കുഡിൻറ്റ് ചേർത്താൽ മതി അല്ലേ. ഐ കുഡിൻറ്റ് ഹെൽപ്പ് യു, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. സോറി, ഐ കുഡിൻറ്റ് ഹെൽപ്പ് യു. സോറി കേട്ടോ, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ സോറി കേട്ടോ, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. ഐ കാൺട്ട് ഹെൽപ്പ് യു. ഓക്കെ, ഇനിയിപ്പോൾ സബ്ജക്റ്റ് ഐ മാത്രമല്ല കേട്ടോ, ഏത് സബ്ജക്റ്റിൻ്റെ കൂടെ നമുക്ക് ക്യാനും കുഡൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഷീ കാൺട്ട് കോൺസെൻട്രേറ്റ് ഓൺ ഹർ സ്റ്റഡീസ്. ഷീ കാൺട്ട് കോൺസെൻട്രേറ്റ് ഓൺ ഹർ സ്റ്റഡീസ്, എന്താണ് അർത്ഥം? ഷീ, അവളാണല്ലേ, അവൾക്ക് അവളുടെ പഠനത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അവൾക്ക് അവളുടെ പഠനത്തിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഇനി നമുക്ക് കുഡിൻറ്റ് വെച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കിയാലോ. ഷീ കുഡിൻറ്റ് കോൺസെൻട്രേറ്റ് ഓൺ ഹർ സ്റ്റഡീസ്. ഷീ കുഡിൻറ്റ് കോൺസെൻട്രേറ്റ് ഓൺ ഹർ സ്റ്റഡീസ്, അവൾക്ക് അവളുടെ പഠനത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ, നെക്സ്റ്റ്, ഹീ കാൺട്ട് മീറ്റ് ഹർ ടുഡേ. ഹീ കാൺട്ട് മീറ്റ് ഹർ ടുഡേ, ഇന്ന് അവൾക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിയില്ല. ഹീ കാൺട്ട് മീറ്റ്, അവന് കഴിയില്ല. കാൺട്ട് മീറ്റ്, അവന് കാണാൻ കഴിയില്ല. ഹർ, അവളെ. ഓക്കെ, കാൺട്ട് എന്ന് വെച്ചാൽ കഴിയില്ല എന്നാണ് അർത്ഥം കേട്ടോ, ശ്രദ്ധിക്കണേ. നെക്സ്റ്റ്, കുഡിൻറ്റ് വെച്ചിട്ട് നമുക്ക് പറയാം. ഹീ കുഡിൻറ്റ് മീറ്റ് ഹർ. ഹീ കുഡിൻറ്റ് മീറ്റ് ഹർ യെസ്റ്റർഡേ. ഹീ കുഡിൻറ്റ് മീറ്റ് ഹർ യെസ്റ്റർഡേ, അവന് ഇന്നലെ അവളെ കാണാൻ കഴിഞ്ഞില്ല. നമുക്ക് വേണമെങ്കിൽ ടുഡേയും ചേർക്കാം കേട്ടോ. ഹീ കുഡിൻറ്റ് മീറ്റ് ഹർ ടുഡേ അല്ലേ, ഇന്ന് അവന് അവളെ കാണാൻ കഴിഞ്ഞില്ല, അങ്ങനെ നമുക്ക് പറയാം കേട്ടോ. അപ്പം ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. കാണ്ട് എന്ന് വെച്ചാൽ കഴിയില്ല എന്നാണ് അർത്ഥം. കഴിയില്ല, നമുക്ക് വരാൻ പോകുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാണ്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കുഡിൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? മുമ്പ് നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡിൻറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 1-2 സെൻറ്റൻസുകൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് വിടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇഫ് യു ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.